PF തുക പിൻവലിക്കുമ്പോൾ ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി. ജെഎൻയു രോഹിത് വെമുല വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ സംസാരിക്കും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ജെയ്റ്റ്ലി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. പ്രോവിഡന്റ് ഫണ്ടിലെ തുക പിൻവലിക്കുമ്പോൾ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ഒരു തരത്തിലുള്ള നികുതിയും ഈടാക്കാറില്ല. ഇതിനു പകരം PF തുകയുടെ 60% പലിശ ഈടാക്കാനാണ് ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്ത് വന്നതിനെ തുടർന്ന് നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് ഇന്നലെ ധനമന്ത്രാലയം നൽകിയിരുന്നു. പക്ഷേ ഈ സൂചനകൾ ഇന്ന് അരുൺ ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞു. PF ഫണ്ടിൽ നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ ഒരു മാറ്റവുമില്ല എന്നാണ് അരുൺ ജെയ്റ്റ്ലി ഇവിടെ ഡൽഹിയിൽ പ്രതികരിച്ചത്. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് ഈ നികുതി കൊണ്ടുവന്നതെന്നും ജെയ്റ്റ്ലി ദില്ലിയിൽ പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു വൻ തിരിച്ചടി നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. പെൻഷൻ ലഭിക്കാത്ത സാധാരണ തൊഴിലാളികൾക്ക് ആശ്വാസമായിരുന്നു പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന PF തുക. ഇതിൽ 60% തുകയ്ക്ക് നികുതി ഏർപ്പെടുത്തുന്നതോടെ കയ്യിൽ ലഭിക്കുന്ന PF തുകയിൽ കുറവുണ്ടാവുകയും ചെയ്യും. പക്ഷെ ചില വിചിത്ര ന്യായങ്ങളൊക്കെ നികുതി സെക്രട്ടറി അടക്കമുള്ളവർ, റവന്യൂ സെക്രട്ടറി അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ മാറ്റമില്ലാത്ത സാഹചര്യത്തിൽ പണിമുടക്ക് രീതിയിലുള്ള സമരമാർഗങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. തികച്ചും തൊഴിലാളി വിരുദ്ധമായൊരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. കൂടാതെ EPF തൊഴിലാളികളെ ബന്ദികളായി വച്ചിരിക്കുകയാണെന്നുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ മാറ്റും. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയേറെ വിമർശനങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ പാർലമെന്റിൽ ഓരോ കക്ഷികളും എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? നിലവിൽ BJP അടക്കമുള്ള MP-മാർ ഇതിലുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തുറന്നു കാണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ കോൺഗ്രസ്, CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാകട്ടെ നിലവിൽ തങ്ങളുടെ ഇതിനെതിരെയുള്ള നിലപാടുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. തൊഴിലാളി വിരുദ്ധമാണ് നിലവിൽ ഈ നികുതി ചുമത്താനുള്ള നീക്കം എന്നാണ് കോൺഗ്രസും CPIM അടക്കമുള്ള ഇടതു പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം PF പലിശ പിൻവലിക്കുമ്പോൾ അതിന്റെ 60% നികുതി ഏർപ്പെടുത്തുന്നതോടുകൂടി തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തുകയിൽ കുറവുണ്ടാകും. നിലവിൽ ഏറെ തൊഴിലാളികളും സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഈ സ്വകാര്യ മേഖലയിലാകട്ടെ പെൻഷൻ സംവിധാനം നിലവിലില്ല. അവർക്ക് ലഭിക്കുന്ന അവസാന തുകയാണ് പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന ഈ PF തുക. അതിൽ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ഒരു നികുതിയും ഏർപ്പെടുത്താറില്ല. 5 വർഷം സർവീസ് പൂർത്തിയാകുന്ന തൊഴിലാളികൾക്ക് മുഴുവൻ തുകയും PF ആയി തന്നെ കയ്യിൽ ലഭിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴുള്ള ഈ നികുതി നിർദ്ദേശത്തോടുകൂടി ആ കയ്യിൽ ലഭിക്കുന്ന തുകയിലാണ് കുറവുണ്ടാവുക എന്ന് മാത്രമല്ല ഈ 3.7 കോടി തൊഴിലാളികൾ അംഗങ്ങളായി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് EPF. ഇതിൽ മൊത്തം 6.3 ലക്ഷം കോടി രൂപയുടെ പരം നിക്ഷേപവുമുണ്ട്. ഇതിൽ കടന്നിട്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് സർക്കാർ ഈ പരിഷ്കാരം വരുത്തിയതെന്നും തൊഴിലാളി സംഘടനകൾ, CPM അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തമാണ്. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി സിനിമാ താരങ്ങളായ ജഗദീഷും സിദ്ദിഖും പട്ടികയിൽ ഇടം പിടിച്ചു. JSS വിട്ട KK ഷാജു അടൂരിൽ മത്സരിച്ചേക്കും. വിവരങ്ങളുമായി സജേഷ് ചേരുകയാണ്. സജേഷ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ആയിരിക്കുകയാണ്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് മറ്റു പ്രമുഖർ? മറ്റു വിവരങ്ങൾ കൂടി. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ജില്ലാതല സമിതികൾ KPCCക്ക് നൽകിയ പട്ടികയുടെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. സിനിമാ താരങ്ങളായിട്ടുള്ള സിദ്ദിഖ് ആലപ്പുഴയിലെ അരൂരിലും ജഗദീഷ് പത്തനാപുരത്തും മത്സരിച്ചേക്കും. ഇരുവരുമായി KPCC നേതൃത്വം ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഈ സാധ്യതാ ലിസ്റ്റിലുണ്ട്. മറ്റ് MP-മാരും ലിസ്റ്റിലില്ല. കൊട്ടാരക്കരയിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരുള്ളത്. എന്നാൽ സുരേഷ് മത്സരിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല. കൊല്ലം DCC പ്രസിഡന്റിനെ സത്യശീലനെ മാറ്റുന്നതിനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കൊടിക്കുന്നിലാണ് പകരം DCC പ്രസിഡന്റ് ആകുക. അതിന്റെ പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാവും. ആ സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ മത്സരിച്ചേക്കില്ല. തിരുവനന്തപുരത്ത് വാമനപുരം മണ്ഡലത്തിൽ രമണി P നായർ, ശരത്ചന്ദ്ര പ്രസാദ്, കരകുളം കൃഷ്ണപിള്ള, MM ഹസൻ എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. സിറ്റിംഗ് MLA-മാരെല്ലാം അതത് മണ്ഡലങ്ങളിൽ തുടരും. കൊല്ലം ജില്ലയിലും കാര്യമായ മാറ്റങ്ങൾ ഇല്ല. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സാധ്യതാ പട്ടികയിലുണ്ട്. കൊല്ലം മണ്ഡലത്തിൽ ശൂരനാട് രാജശേഖരൻ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവരുടെ പേരുണ്ട്. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരാണ്. പത്തനംതിട്ടയിൽ മന്ത്രി അടൂർ പ്രകാശിന്റെ പേര് കോന്നി മണ്ഡലത്തിലാണ്. പന്തളം സുധാകരന്റെയും KK ഷാജു JSS നിന്ന് രാജിവെച്ച
കെ ഷാജുവിന്റെയും പേരാണ് അടൂർ മണ്ഡലത്തിലുള്ളത്. അഞ്ചു സജേഷ്, ഇനി നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ അത് കേരള കോൺഗ്രസ് എമ്മിന്റെയും ഒപ്പം മുസ്ലിം ലീഗിന്റെയും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് വേണോ ഈ സാധ്യതാ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ? അഞ്ചു, ഇത് കോൺഗ്രസിന്റെ മാത്രം സാധ്യതാ പട്ടികയാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലേക്കുള്ള സാധ്യതാ പട്ടികയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ സമിതികൾ ജില്ലാതല സമിതികൾക്ക് കൊടുത്തിട്ടുള്ളത്. UDFന്റെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ഇന്ന് രാത്രി UDF യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും UDFിലെ കക്ഷിനില സംബന്ധിച്ച് തീരുമാനമുണ്ടാകുക. നിലവിൽ കേരള കോൺഗ്രസ് എം 20 സീറ്റ് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെടും. നിലവിൽ അവർക്ക് 15 സീറ്റാണുള്ളത്. RSP 6 സീറ്റ് ആവശ്യപ്പെടും. ജനതാദൾ യുവും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. 10 സീറ്റ് ആവശ്യപ്പെടാനാണ് ധാരണ. എന്നാൽ അക്കാര്യത്തിലൊന്നും ഇന്ന് തീരുമാനം ഉണ്ടാകില്ല. ഉഭയകക്ഷി ചർച്ചകൾക്ക് ഒരു തീയതി നിശ്ചയിക്കുക മാത്രമായിരിക്കും ഇന്നുണ്ടാകുക. അഞ്ച് MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. BDJS NDAയുടെ ഭാഗമാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJPയുമായി സീറ്റ് ചർച്ചകൾ നടത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJPയുമായുള്ള സഖ്യ ചർച്ചകൾക്കായാണ് വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിലെത്തിയത്. കാരണം ഒരു ലയനം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെന്ന് ലയിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. ആ ലയനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമാകേണ്ടതാണ്. ഭാഗമായോ? BJP ലയിക്കാനെല്ലാം NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയുള്ളത്. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. മൂന്നാം ചേരിയിൽ നിന്നും NDA എന്ന തരത്തിലേക്ക് തീരുമാനമാക്കി. അതെ, മൂന്നാം ചേരിയല്ല, അതിന്റെ ഭാഗമാകുകയാണ്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. കനയ്യയുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് ദില്ലി ഹൈക്കോടതി വിധി പറയും. കനയ്യക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റത്തിന്റെ നിയമസാധുത വാദത്തിനിടെ ദില്ലി ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കനയ്യയ്ക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് JNU. കനയ്യയ്ക്ക് സ്വാഗതം നൽകുന്ന പോസ്റ്ററുകൾ 2 ദിവസം മുമ്പേ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ ഉയർത്തി. കന്നയ്യയുടെ ജാമ്യ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കെ ജാമ്യം നേടി കന്നയ്യകുമാർ ക്യാമ്പസിലെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് JNU. തെളിവില്ലെന്ന് ദില്ലി പോലീസ് അറിയിച്ചതിനാൽ കോടതി കന്നയ്യയ്ക്ക് ജാമ്യം നൽകുമെന്ന് വിദ്യാർത്ഥികൾ ഉറച്ചു വിശ്വസിക്കുന്നു. തീഹാർ ജയിലിൽ നിന്നും തിരിച്ചെത്തുന്ന സഹപാഠിക്കായി വിദ്യാർത്ഥികൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ കാത്തിരിപ്പിലാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി രോഹിത് വെമിലയ്ക്ക് വേണ്ടി പോരാടിയ കന്നയ്യയ്ക്കായി രോഹിത് ക JNU എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്വാഗതം എഴുതിയിരിക്കുന്നത്. കന്നയ്യയ്ക്ക് പിന്തുണ നൽകി പോരാട്ടം തുടരൂ, ഞങ്ങൾ നിനക്കൊപ്പം എന്ന് തുടങ്ങുന്ന സന്ദേശങ്ങൾ എഴുതിയ കത്തുകളും JNU അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ വിദ്യാർത്ഥികൾ സ്ഥാപിച്ചു. വ്യാജ തെളിവുകളിലെ പോലീസ് നടപടി നിലനിൽക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കന്നയ്യയ്ക്കും അതുപോലെ തന്നെ JNUവിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. Definitely we hope that he is going to be scot free because we all know that he is not guilty. Whatever sedition charges that are put against him are false. അതേസമയം കന്നയ്യയ്ക്കായി JNU മാത്രമല്ല ബീഹാറിലെ ബിഹാട്ട് ഗ്രാമം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണെന്ന് കന്നയ്യയുടെ സഹോദരൻ പറഞ്ഞു. घर पे अच्छे हैं और पूरा गांव मेरे साथ है, यहाँ तक कि आप पूरा देश अब मेरे साथ है. देश के बाहर के लोगों का भी साथ मिल रहा है. അനുചിതമായ സർക്കാർ നടപടിക്കെതിരെ വിദേശ സർവകലാശാലകൾ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും പ്രമുഖരുടെ പ്രതികരണങ്ങളും സമരപ്പന്തലിന് മുന്നിലുണ്ട്. കന്നയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചെന്ന് പോലീസ് കുപ്രചരണം നടത്തിയ അതേ വേദിക്ക് മുന്നിലാണ് മറുപടി നൽകി വിദ്യാർത്ഥികളുടെ നിലയ്ക്കാത്ത പ്രതിഷേധ സ്വരങ്ങൾ കന്നയ്യയ്ക്കായി കാത്തിരിക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സോളാർ കമ്മീഷൻ ടെന്നി ജോപ്പനെ വിസ്തരിക്കുകയാണ്. കമ്മീഷൻ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞു. സരിത നായരെ അറിയാമെന്ന് ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. നിയമസഭയിൽ വെച്ച് സരിതയെ ജോപ്പനോടൊപ്പം കണ്ടു എന്ന് നസീറ ബീഗം എന്ന വനിതാ പോലീസ് ഓഫീസർ മൊഴി നൽകിയത് തെറ്റാണെന്നും ജോപ്പൻ കമ്മീഷനോട് വ്യക്തമാക്കി. അന്ന് ശെൽവരാജ് മുഖ്യമന്ത്രിയെ കണ്ടുവോ എന്ന് തനിക്കറിയില്ലെന്നും ജോപ്പൻ പറഞ്ഞു. തന്റെ മൊബൈലിൽ നിന്ന് മുഖ്യമന്ത്രി സരിതയെ വിളിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി മല്ലേലിൽ ശ്രീധരൻ നായർ വന്നപ്പോൾ താൻ ശ്രീധരൻ നായരെ കണ്ടിട്ടുണ്ടെന്നും ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ച ഭൂമിക്ക് സർക്കാർ ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകി.
ഇടുക്കി പീരുമേട് ഹോപ്പ് പ്ലാന്റേഷനാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് മന്ത്രിസഭാ യോഗം ഇളവ് നൽകിയത്. റവന്യൂ രേഖയിൽ തരിശുഭൂമിയായി രേഖപ്പെടുത്തിയ 724 ഏക്കർ തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവ് അനുവദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ ശുപാർശ ചെയ്ത കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ തോട്ടം ഉടമയ്ക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ഭൂമിക്ക് ഇളവ് നൽകിയുള്ള ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) വകുപ്പ് പ്രകാരമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. തരിശുഭൂമിയെന്ന് സർക്കാർ രേഖയുള്ള ഭൂമിയാണ് തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവിൽ ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തിക്ക് നൽകിയത്. കോൺഗ്രസ് നേതാവിന്റെ ബന്ധു ഉടമയായ ഹോപ്പ് പ്ലാന്റേഷനാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള ലാൻഡ് ബോർഡിന്റെ നടപടിക്കെതിരെ കമ്പനി ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ അനുകൂല വിധി ലഭിച്ചതുമില്ല. ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിരിക്കുന്നതിനാൽ അന്തിമ തീരുമാനം സർക്കാർ തീരുമാനത്തിന് ശേഷം മാത്രമേ കൈക്കൊള്ളാവൂ എന്നുമാണ് കമ്പനി കോടതിയിൽ ആവശ്യമുന്നയിച്ചത്. ഇതനുസരിച്ചുള്ള അപേക്ഷയിൽ മേലാണ് മന്ത്രിസഭാ യോഗം വിവാദമായ തീരുമാനം കൈക്കൊണ്ടത്. 800 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനിച്ചിരുന്നത്. മിച്ചഭൂമിക്ക് ഇളവ് നൽകാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ലെന്നിരിക്കെയാണ് സർക്കാർ ഹോപ്പ് പ്ലാന്റേഷന് ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. ലെസ്ലി ജോൺ, ഇടുക്കി. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം. ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ പി നസീറിനെയാണ് നിയമിക്കാൻ ഒരുങ്ങുന്നത്. നിയമനത്തിനെതിരെ ധനവകുപ്പും നിയമവകുപ്പും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അമ്പലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി. വ്യാപാരി സംഘടന നൽകിയ പരാതിയെ തുടർന്ന് വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ഇന്ന് പോലീസിൽ ഹാജരാകും. ശ്രീകുമാറിന്റെ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. 5 ലക്ഷം രൂപ മാത്രം സ്റ്റോക്കുള്ള അമ്പലപ്പുഴ സ്വദേശി ശ്രീകുമാറിന്റെ കടയ്ക്കെതിരെയാണ് 40 ലക്ഷത്തോളം രൂപയുടെ അധിക പിഴ ചുമത്തിയത്. വളരെ കൃത്യമായി വാണിജ്യ നികുതിയും മറ്റും അടയ്ക്കുന്ന ശ്രീകുമാറിന് വാണിജ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നികുതി നോട്ടീസാണ് ഇയാളുടെ ജീവൻ എടുത്തതെന്ന് സുഹൃത്തും സംഘടനാ നേതാക്കളും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടക്കാരന്റെ ആകപ്പാട് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ സ്റ്റോക്കുള്ള കച്ചവടക്കാരൻ ഇത്രയും നികുതി അടക്കണമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെങ്ങും നടക്കാതെ മൊത്തം 40 ലക്ഷം രൂപയുടെ ഡ്യൂ ആണ് പുള്ളിയുടെ പേര് കാണിച്ചിരിക്കുന്നത്. ഈ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിക്കഴിഞ്ഞു. കേരള സർക്കാരിന് അദ്ദേഹത്തിൻ്റെ കത്തിങ്ങനെ തുടങ്ങുന്നത്, കേരള സർക്കാരിന് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനത്തിൽ സഹികെട്ട് ഞാൻ ജീവൻ കൊടുക്കുന്നു. എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും ഉപദ്രവിക്കരുത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ബുധനാഴ്ച അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തെളിവുകൾ ഉദ്യോഗസ്ഥർക്കെതിരാണെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ നിർണായക ദിനമായ സൂപ്പർ ചൊവ്വയിലെ വോട്ടെടുപ്പിൽ ഹിലരി ക്ലിന്റണും ഡൊണാൾഡ് ട്രംപിനും ജയം. 12 സ്റ്റേറ്റുകളിലെ ഫലം വന്നതിൽ ട്രംപ് 5 സ്റ്റേറ്റുകളിലും ഹിലരി 6 സ്റ്റേറ്റുകളിലുമാണ് ജയിച്ചത്. സൂപ്പർ ചൊവ്വയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏറെക്കുറെ വ്യക്തമായ. വിവരങ്ങളുമായി വാഷിംഗ്ടണിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജോസ് കടാപ്പുറം ചേരുകയാണ്. ജോസ്, വിവരങ്ങളിലേക്ക്. ബേസിക്കലി ഇന്നത്തെ ഈ സൂപ്പർ ട്യൂസ്ഡേ മത്സരത്തില് ഇന്ന് 12 സ്റ്റേറ്റുകളിൽ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് സൂപ്പർ ട്യൂസ്ഡേ. ഇത് വളരെ അമേരിക്കൻ പ്രൈമറി ഇലക്ഷനിൽ വളരെ നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ഇന്ന് ഈ 12 സ്റ്റേറ്റിലെ 8 സ്റ്റേറ്റിലെ റിസൾട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ലീഡ് ചെയ്യാണ്. 8-ൽ 6 സീറ്റ് അദ്ദേഹം 6 സ്റ്റേറ്റുകളിൽ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് റിപ്പബ്ലിക്കൻ പ്രൈമറി ഇലക്ഷന്റെ ഒരു കാര്യം. അതിന്റെ മറുവശത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി ഇലക്ഷൻ നോമിനിയായിട്ട് വരുന്നത് ഹിലരി ക്ലിന്റൺ ആണ്. 8 സ്റ്റേറ്റിലെ റിസൾട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൽ 6 സ്റ്റേറ്റിലെ ഹിലരി ക്ലിന്റണും 2 സ്റ്റേറ്റിലെ ബേണി സാൻഡേഴ്സും വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പോട്ടുള്ള യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ വെട്ടിലാക്കിയാണ് ട്രംപ് മുന്നേറുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എതിരായിട്ട് അത് ആണ് യഥാർത്ഥത്തിൽ
ഡൊണാൾഡ് ട്രംപ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബില്യണിയറായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ പല രീതിയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പുള്ളി എന്തുമാത്രം ഫലവത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രൈമറിയില് ഇപ്പോ 8 റിസൾട്ടിൽ 6 വിജയിച്ച ഹിലരി ക്ലിന്റൺ ഉറപ്പായിരിക്കുകയാണ്. ബേണി സാൻഡേഴ്സ് രണ്ടാമതാണ്. എന്നാൽ ബേണി സാൻഡേഴ്സ് ആണ് അമേരിക്കൻ ഇലക്ഷനിലെ ഒരു വ്യത്യസ്തനായ വ്യക്തി. അദ്ദേഹം മാത്രമാണ് ഒരു കോർപ്പറേറ്റുകളുടെ നിന്നും പണം സ്വീകരിക്കാതെ ഇലക്ഷനെ നേരിട്ടത്. ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്തായാലും അമേരിക്കൻ ഇലക്ഷന്റെ ചരിത്രത്തിലെ ഒരു വ്യത്യസ്ത മുഖമാണ് ബേണി സാൻഡേഴ്സ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഏതായാലും ഒന്നുണ്ട്, ഈ രണ്ടുപേരും ഇപ്പോ പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയില് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഹിലരി ക്ലിന്റണും മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഹിലരിയുടെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് ഹിലരി ക്ലിന്റൺ നോമിനിയാകുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ നിന്നും ജോസ് കടാപ്പുറം. പ്രഖ്യാപനങ്ങളും ഉദ്ഘാടന മാമാങ്കവുമായി മുഖ്യമന്ത്രി ഓടി നടക്കുമ്പോൾ സഹായം തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ വികലാംഗന് അവഗണനയെന്ന ആക്ഷേപം. മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റിലെത്തിയ വർക്കല സ്വദേശി റഹീമിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശനം നിഷേധിച്ചതായാണ് പരാതി. പ്രവേശന പാസുമായി വന്ന തന്നെ പോലീസ് അസഭ്യം പറഞ്ഞ് തിരിച്ചയച്ചതായി റഹീം പറയുന്നു. ഇത് തിരുവനന്തപുരം വർക്കല സ്വദേശി റഹീം. അംഗവൈകല്യങ്ങളുടെ നിസ്സഹായതയ്ക്കിടയിൽ ഒരു കിടപ്പാടം നിർമ്മിക്കാൻ സഹായം തേടിയാണ് വർക്കലയിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി റഹീം തലസ്ഥാന നഗരിയിലെത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് വീട് നിർമ്മിക്കാൻ സഹായധനം അഭ്യർത്ഥിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പ്രവേശന പാസുമായി സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്ന് റഹീം പറയുന്നു. സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ചെന്നപ്പം അവിടെയുള്ള പോലീസ് ഓഫീസർമാരെന്നെ കയറ്റിവിട്ടില്ല. ഞാൻ താഴെ മണക്കിന് പല രീതിയിലും പറഞ്ഞു നോക്കി, കയറ്റിവിടെന്ന് കാല് വരെ പിടിക്കാന്ന് പറഞ്ഞു നോക്കി. എന്നിട്ട് പോലും അവരെന്നെ കയറ്റിവിട്ടില്ല. എന്ത് കാര്യമാണെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. അസഭ്യ വർഷം ചൊരിഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തിരിച്ചുവിട്ടതെന്നും റഹീം പറഞ്ഞു. നമ്മൾ വികലാംഗരെന്നും പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ നടക്കരുത്. നമ്മളെ പ്രയാസം കെട്ടി നമ്മൾ വരുന്നതാണ്. അങ്ങനെ ഇത്രയും ദൂരത്തിൽ നമ്മൾ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെന്നുള്ളൊരു വേദന ഭയങ്കരമാണ്. 3 മക്കളുള്ള റഹീം ട്രെയിനിൽ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ജീവിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായ തിക്താനുഭവത്തിന്റെ ദുഃഖത്തിനൊപ്പം ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ റഹീം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ്. 608 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ വൈകിട്ട് സമാപിക്കും. കഴിഞ്ഞ സമ്മേളന കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് 2ാം ദിവസവും തുടരുന്നത്. സന്നദ്ധ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകളിലും പരിസ്ഥിതി മേഖലകളിലും തുടങ്ങി യുവജന പ്രസ്ഥാനത്തിന്റെ ഓരോ ചലനങ്ങളും സമ്മേളനം ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. 49,51,604 അംഗങ്ങളുള്ള രാജ്യത്ത് വലിയ യുവജന മുന്നേറ്റമായി ഡിവൈഎഫ്ഐ മാറിക്കഴിഞ്ഞു. മികച്ച സന്നദ്ധ സംഘടനയ്ക്കും പരിസ്ഥിതി സംഘടനയ്ക്കുമുള്ള അംഗീകാരങ്ങൾ സംസ്ഥാനത്തെ UDF സർക്കാരിന് വരെ ഡിവൈഎഫ്ഐക്ക് നൽകേണ്ടി വന്നു. ഡിവൈഎഫ്ഐ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകളുടെ എണ്ണം ഒരു റെക്കോർഡാണ്. ആ പ്രവർത്തനത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ മികച്ച പരിസ്ഥിതി സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് ഒരു അവാർഡ് നൽകാറുണ്ട്. ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിവൈഎഫ്ഐ ആണ്. ആ രംഗത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് ഒരു അവാർഡ് നൽകി വരുന്നുണ്ട്. ആ അവാർഡ് നിശ്ചയിച്ച കാലം മുതൽ ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണ്. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകളും തിരൂരിൽ നടക്കുന്നുണ്ട്. വർഗീയ ഫാസിസത്തിനെതിരെ ഉണർന്നിരിക്കാൻ നിരന്തരം ആവശ്യപ്പെടുകയാണ് ഈ യുവജന പ്രസ്ഥാനം.
1/4 ലക്ഷം യുവാക്കളെ അണിനിരത്തിയുള്ള പ്രകടനത്തോടെയായിരിക്കും 13ാമത് സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.